പറഞ്ഞു എന്ന് പറയുന്ന ഒരു വോയിസ് ഇവൻ തന്നെ കുറച്ച് ദിവസം മുന്നേ ഇവന്റെ വീഡിയോയിൽ ഒരു പ്രസന്റ് ചെയ്തൊരു വോയിസിൽ പച്ചക്കറി പറയുന്നത് ഇവന്റെ എല്ലാ ഹിസ്റ്ററി എടുത്തിട്ട് പറയുന്നത് എന്റെ ബ്രദറിന്റെ ഒരു വോയിസിൽ ഇപ്പൊ പൊക്കിക്കൊണ്ടുവന്ന് എന്റെ ബ്രദറിന്റെ വോയിസ് എന്റെ ബ്രദർ പോലും അറിയാത്ത കാര്യമാണ്. ഇവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവൻ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും വളച്ചൊടിച്ചിട്ട് ഇവൻ പ്രസന്റ് ചെയ്യും. ഇവന്റെ പെരക്കാരെ തന്നെ ഇവന് പച്ചക്ക് വലിച്ചിട്ട് കയറും. കുടുംബത്തിനോടോ വീട്ടുകാരോടോ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഇവന് മക്കളോട് മാത്രം ഇത്ര കമ്മിറ്റ്മെന്റും സ്നേഹവും കാണിച്ചിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അത് എന്നോടുള്ള വാശിക്കാണ്. മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാ മക്കളോടും ഉണ്ടാവും. എന്റെ കൂടെയുള്ള എന്റെ ഈ സൂനെ 1.5 വർഷമായിട്ട് തിരിഞ്ഞു നോക്കി എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ നല്ലൊരു ഭാര്യ അവനുണ്ട്, 3 മക്കളുണ്ട്. എന്നിട്ടും നീ അയിഞ്ഞാടി അത്രയും കാലം അവന്റെ കൂടെ ജീവിച്ചു. പോയിട്ടില്ല അതുകൊണ്ട് അതുമല്ല സഫീദാന്റെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇജ്ജി കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് വിളിച്ചിട്ട് നിങ്ങളെ കാര്യം ഒന്ന് പരിഹരിക്കുന്നു പറഞ്ഞു ചോദിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇജ്ജും വാപ്പിയും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നില്ലേ. സറഫുദ്ദീൻ ഈ കുടുംബത്തിൽ എല്ലാവർക്കും വിളിച്ചിരുന്നു, ഇമ്മാന്റെ കുടുംബത്തിൽ വിളിച്ചിരുന്നു, ഇപ്പാന്റെ കുടുംബത്തിൽ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഓലൊക്കെ വന്നത്. ഒന്നില്ലേ നിങ്ങൾ ആരെങ്കിലും വന്നോ? നിങ്ങൾ ആർക്കെങ്കിലും വിളിച്ചിട്ട് ഒന്ന് പരിഹരിക്കണം പറഞ്ഞു. അപ്പൊ അനക്കും വാപ്പാക്കും അതിന് താല്പര്യം ഉണ്ടായില്ല. ഓള് പോണ മാതിരി പോട്ടെ എന്നുള്ളതുകൊണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ അതിന് പരിഹാരം കണ്ടിരുന്നു. കാരണം ഞാൻ ആ പറഞ്ഞ സമയത്ത് സഫീദ് കേട്ടിക്കണമെങ്കിൽ ഒരു മനുഷ്യനും അറിയാതെ ആ കാര്യം കഴിഞ്ഞു നോക്ക് നല്ല നിലക്ക് ജീവിച്ചു. ഇന്ന് ഈ കുട്ടികളെന്താ പറയണേ? ആ കുട്ടികൾക്ക് നാളെ വിളിച്ചിട്ട് ചോദിച്ചു ഞങ്ങളെ അമ്മ എന്താ ചെയ്തിരുന്നത്? ആ കുട്ടികളെനിക്ക് പറഞ്ഞത് ജിഞ്ച് അഞ്ചനായോണ്ട് എനിക്ക് എന്നോട് പറയാൻ പറ്റൂല. അത്തരം 3 കുട്ടികൾ ഓളെ കുറിച്ച് അങ്ങനെ പറയുന്നത് ചിന്തിച്ചാണ് സിറാജ. എന്നോ 1-2 ദിവസം പോയ കാര്യമല്ലേ ഈ പറയുന്നത്. ഞാൻ ആ പറഞ്ഞ അന്ന് മുതൽ സഫീദ വൈബ് അയച്ചിട്ടാ പോയിട്ടുള്ളത്. അപ്പോ എന്നിട്ട് പിന്നെ അതിന് പരിഹാരം ഒന്നും കാണാതായപ്പോ മറ്റോ കുട്ടികളെ കൊണ്ടേതാണ് നിങ്ങളൊക്കെ വലിയ പ്രശ്നം. ഞാനത് പ്രശ്നമായി കാണുന്നില്ല. എന്തുവായാലും കുറേ ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം തന്നെയാണ് ഫാത്തി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിനു മുമ്പ് തന്നെ കുറേ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നവരൊക്കെ എടുത്ത് ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഭാര്യയുടെ അപഹിതം പിടിച്ച ഭർത്താവിൻ്റെ അവിഹിതം പിടിച്ച ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഞാനും ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞിരുന്നു 2 പേരുടെ ഭാഗം കേട്ടപ്പോൾ 2 പേരുടെ ഭാഗത്തും ശരിയുള്ളതുപോലെ എനിക്ക് തോന്നിയിരുന്നു എന്ന് ഞാൻ ആ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ആ ഒരു സ്ത്രീ വളരെ വ്യക്തമായിട്ട് കാര്യം പറയുന്നുണ്ട്. 14 വർഷമായിട്ട് എന്നെ കല്യാണം കഴിച്ചിട്ട് ഇപ്പോഴാണോ പുള്ളിക്ക് ഞാൻ കൊള്ളരുതാത്തവളായിട്ട് തോന്നിയത് എന്ന് ചോദിക്കുന്നുണ്ട്. 3 കുട്ടികളായിട്ടുണ്ട്. അപ്പോഴാണോ എനിക്ക് അഭിഹിതമുണ്ട് എന്ന് പുള്ളിക്ക് തോന്നിയത് എന്ന് പറഞ്ഞ് ആ പുള്ളിക്കാരി അവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുള്ളിക്കാരൻ പറയുന്നത് ഇപ്പോൾ ആ പുള്ളിക്കാരിക്ക് വേറൊരുത്തനുമായിട്ട് ഇഷ്ടത്തിലാണെന്നും അവനുമായിട്ട് ചാറ്റുണ്ടെന്നും അവനുമായിട്ടാണ് അവൾ അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങുകയാണ് എന്ന രീതിയിലുമാണ് ആ പുള്ളി പറയുന്നത്. എന്നാൽ ഇപ്പോഴിത് വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ട് 2 പേരും വന്നിരിക്കുകയാണ്. 2 പേരും വന്നിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ, അതായത് ഈ ഫാത്തി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ഈ ഭർത്താവ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ദുബായിൽ ഇരുന്നു കൊണ്ട് പുള്ളിക്കാരൻ കൊണ്ടുപോയ മക്കളെ വെച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പുള്ളിക്കാരിക്കെതിരെ തെളിവുകൾ നിരത്തിക്കൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് പറയിച്ചുകൊണ്ട് അല്ലെ കുഞ്ഞുങ്ങൾ സ്വയമേ പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഭാര്യയുടെ സഹോദരൻ എന്ന നിലയിൽ സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡൊക്കെ പുറത്തുവിട്ടു. അതാണ് നിങ്ങൾ കുറച്ച് മുമ്പ് കേട്ടത്. എന്നാൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഈ പറയുന്ന സ്ത്രീ വളരെ വ്യക്തമായിട്ട് ഇതിന് മറുപടി തരുന്നുണ്ട്. എന്തായാലും അതൊന്ന് കേട്ടു നോക്കൂ. എന്റെ മോനെ നല്ല നിലയ്ക്ക് നോക്കി വളർത്തുന്നത്, എന്റെ മറ്റു മക്കളെയും അങ്ങനെ നോക്കി വളർത്തുന്നത്. അവന്റെ അടുത്ത് എത്തുമ്പോൾ മാത്രം ഉണ്ടാവുന്ന കുറ്റങ്ങൾ എന്റെ ഈ മക്കൾക്ക് അതിന്റെ മുന്നേ ഇല്ലാത്തത്. ഇവൻ പറയുന്ന വിടുവായുധങ്ങൾ കേട്ടിട്ട് എന്റെ കമന്റ് ബോക്സിൽ വന്ന് തെറി പറയുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആരാണ് എന്താണെന്ന് അറിയാതെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇങ്ങനെ പറയാൻ ആർക്കും പറ്റും. സോഷ്യൽ മീഡിയ അല്ല ലൈഫ്, റീൽസ് അല്ല ലൈഫ്, അതിന്റെ അപ്പുറത്തേക്ക് അനുഭവിച്ച ഒരുപാട് കാര്യങ്ങൾ. വേറൊരു കാര്യമുണ്ട്, ഇത് ഒന്നും അറിയാതെ കുറേ പേര് പോയിരുന്നിട്ട് കുറ്റപ്പെടുത്തി കമന്റുകൾ ഇടുന്നുണ്ട്. ഇതൊക്കെ അനുഭവിച്ചവർക്ക് മാത്രമേ ഇതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ അറിയത്തുള്ളൂ. കുറേ പേര് വന്നിട്ട് ഇങ്ങനെ ഓരോരോ കമന്റുകൾ ഇട്ടങ്ങ് തള്ളുന്നുണ്ട്. ആ തള്ളുന്നവർ വെറും നിങ്ങൾ മനസ്സിലാക്കണം ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. പ്രത്യേകിച്ച് ഇവർ കാണിക്കുന്നതും ശരിയല്ല. കാരണം ഒരാളിട്ട് ഒരു സൈഡിലിട്ട് അലക്കുമ്പോൾ മറ്റൊരാൾ മറ്റൊരു സൈഡിലിട്ട് അലക്കുന്നു. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പുള്ളിക്കാർ പറയുന്ന ബാക്കിയോടെ കേട്ട് നോക്കൂ. അതിനെ ബേസ് ചെയ്തിട്ട് ഞാനിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ആളെന്നല്ല, ഞാൻ വളരെ സൈലന്റ് ആയിട്ട് വളരെ മാന്യമായിട്ട് അത്രയും സാഹചര്യം ജീവിച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കയറി അങ്ങനത്തെ പോലീസ് സ്റ്റേഷനോ ഇതോ ഇല്ല. എവിടുന്നും എനിക്കൊരു പരിഹാരം കിട്ടിയിട്ടില്ല. എന്റെ പരിഹാരം ഞാൻ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. അവൻ ജീവിക്കട്ടെ, അവൻ സമൂഹത്തിനിടയിൽ നല്ല നിലയ്ക്ക് ജീവിക്കട്ടെ. എന്നെ തരം താഴ്ത്തിയിട്ട് അവൻ എത്രത്തോളം ജീവിക്കാൻ പറ്റുന്നത് അവൻ കാണിക്കട്ടെ. അതിന് എന്റെ മക്കളെ തരുവാക്കണ്ട. എന്റെ മക്കളെ ഞാൻ അവിടുന്ന് കൊണ്ടുവരും. എന്റെ മക്കളെ ഞാൻ അവിടുന്ന് കൊണ്ട് എന്റെ കൂടെ തന്നെ സേഫ് ആക്കി നല്ലപോലെ വളർത്തും. എന്റെ കുട്ടികളൊക്കെ അവന്റെ കൂടെ വളർന്നിട്ടുണ്ടെങ്കിൽ സ്വഭാവ ദൂഷ്യമുള്ള നാളെ വല്ല ക്രിമിനലോ കൊലപാതകളോ ആയിട്ട് മാറിയുള്ളൂ. സുഖത്തിലും സൗകര്യത്തിലും വളർന്നു എന്ന് വിചാരിച്ചിട്ട് മക്കളൊന്നും ഒരിക്കലും നന്നാവില്ല. നല്ലത് പഠിപ്പിച്ചു കൊടുത്ത് വളർത്തണം. ഇന്നവരെ എന്റെ മക്കളോട് ബാപ്പാനെ പറ്റിയിട്ട് മോശം പറഞ്ഞു കൊടുക്കാത്തതാണ് ആ മക്കൾ ഇപ്പോഴും ബാപ്പാന്റെ കൂടെ ഇരിക്കുന്നത്. പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ബാപ്പാനെ കാർപ്പിച്ച് തുപ്പിയെ തിരിഞ്ഞുപോലും. ഇവിടെ ഇവർ പറയുന്ന പ്രകാരം നോക്കുകയാണെങ്കിൽ ബാപ്പായെക്കുറിച്ച് തെറ്റുകളൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല.
പക്ഷേ പുള്ളിക്കാരൻ അങ്ങനെയല്ല ചെയ്യുന്നത്. പുള്ളിക്കാരൻ ഈ ഇവരെക്കുറിച്ച്, അതായത് ഭാര്യയെക്കുറിച്ച് വളരെ മോശമായി പറഞ്ഞു കൊടുക്കുന്നു എന്നാണ് ഈ പുള്ളിക്കാരി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. കാരണം കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ തന്നെ വളരണം എന്നുള്ള ഉദ്ദേശം ഇവർക്കുണ്ട് എന്ന രീതിയിൽ ഇവർ പറഞ്ഞു വെക്കുന്നു. എന്നാൽ അതൊന്നും അല്ല ഇവർ ചെയ്യുന്നത്. ഇവർ കുഞ്ഞുങ്ങളുടെ ഭാവി വെച്ചിട്ടാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നത്. എന്തായാലും അവർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. അവർ തെളിവ് സഹിതമാണ് വയ്ക്കുന്നത്. ഈ ഭർത്താവിന് വേറൊരു സ്ത്രീയുമായിട്ട് മുമ്പ് ബന്ധമുണ്ടായിരുന്നു. 2018 തൊട്ട് 2022 വരെ ആ പെണ്ണുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ലിവിങ് ടൂതറായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ആ പെണ്ണിനെ മാറ്റിക്കളഞ്ഞിട്ട് വേറൊരു പെണ്ണിനെ ഇപ്പം കൂടെ വെച്ചിരിക്കുന്നു, അതിനെ കല്യാണം കഴിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ തുടങ്ങി ഈ പുള്ളിക്കാരി വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന 2018 തൊട്ടുള്ള ആ ഒരു പെൺകുട്ടിയുണ്ടല്ലോ, ആ പെൺകുട്ടിയുമായിട്ട് ചാറ്റ് ചെയ്ത് സഹിതം പുള്ളിക്കാരി അതെല്ലാം തുറന്ന് പറയുന്നുണ്ട്. അത് ചാറ്റെല്ലാം കാണിക്കുന്നുമുണ്ട്. ഓക്കെ, ബാക്കി കണ്ടു. മക്കളൊന്നും ഒരിക്കലും നന്നാവൂല. നല്ലത് പഠിപ്പിച്ചു കൊടുത്ത് വളർത്തണം. ഇന്നവരെ എൻ്റെ മക്കളോട് ബാപ്പാനെ പറ്റിയിട്ട് മോശം പറഞ്ഞു കൊടുക്കാത്തതാണ് ആ മക്കൾ ഇപ്പോഴും ബാപ്പാൻ്റെ കൂടെ ഇരിക്കുന്നത്. പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ബാപ്പാനെ കാർക്കിച്ച് തുപ്പിയേനെ, തിരിഞ്ഞുപോലും നോക്കില്ലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇപ്പോൾ പുതിയൊരു അടവ് കൊണ്ട് ഇറങ്ങിയിരിക്കണം. എൻ്റെ ബ്രദർ പറഞ്ഞ വോയിസ് എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ വീട്ടിലെ എൻ്റെ 2 ബ്രദേഴ്സും അങ്ങനെ സംസാരിച്ചിട്ടില്ല അയാളോട്. അയാൾക്ക് അനുകൂലമായിട്ട് ആരെ കൊണ്ടോ ക്രിയേറ്റിവിറ്റി ചെയ്യിപ്പിച്ച ഒരു വോയിസ് മാത്രമാണത്. ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് എൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇത്രത്തോളം എതിർപ്പ് മോശം ഉള്ള ഒരു പെങ്ങളെ അവരെ കൂടെ നിർത്തേണ്ട ആവശ്യമില്ല. അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് അവൻ്റെ ഭാര്യയെ ഇത്രയും വലിയ കുറ്റക്കാരിയാക്കാൻ എന്തിനാണ് അവൻ ശ്രമിക്കുന്നത്? അവരോട് ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഇതിൻ്റെ ഒന്നും ആവശ്യം അവനില്ല. അവൻ്റെ ഭാര്യൻ്റെ കൂടെ 14 വർഷം ജീവിച്ചിട്ട് അവൻ്റെ ഭാര്യൻ്റെ ഫോണിൽ അവൻ വളരെ വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങൾ പിടിച്ചു. എന്താ അവൻ പിടിച്ചത്? അവൻ കൊണ്ടുവരട്ടെ. ഇത്രയും അവൻ കൊണ്ടുവന്നില്ലേ, ബാക്കി കൂടി കൊണ്ടുവരട്ടെ. എന്താ അവൻ പിടിച്ചത്? ഇവൻ പറയുന്ന കുറച്ച് സ്ക്രീൻഷോട്ട് മെസ്സേജുകൾ, ഇതിൽ ഞാൻ അറിയാത്ത പല കാര്യങ്ങളും ഇവൻ ആഡ് ചെയ്തിട്ടാണ് ഇവൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഞാൻ അതിൽ പറയാത്ത, അതിൽ എൻ്റെ നമ്പറോ എൻ്റെ പേരോ എൻ്റെ വോയിസോ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇത് എൻ്റെ വോയിസ് അല്ലേ, ഇതല്ലേ അയാളോട് ഇങ്ങനെ പറയുന്നത്, ആ ചെക്കനോട് ഇതല്ലേ സംസാരിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവനനുസരിച്ചിട്ട് അവൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവനക്ക് അനുകൂലമാകാൻ വേണ്ടിയിട്ട്. അല്ലെന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ അവൻ എൻ്റെ മുന്നിൽ കൊണ്ടുവരട്ടെ. അല്ല എന്ന് തെളിയിച്ചിട്ട് അവൻ എൻ്റെ മുന്നിൽ കൊണ്ടുവരട്ടെ. പിന്നെ എൻ്റെ മക്കളെയാണ് ഏറ്റവും കൂടുതൽ അവൻ ഈ സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ കഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ 11 വർഷം ജീവിച്ച എൻ്റെ മോനും എൻ്റെ കൂടെ 5 വർഷം ജീവിച്ച എൻ്റെ മോക്കും ഇവിടുന്ന് അങ്ങോട്ട് പോണവരെ ഒരു പരാതിയും ഇല്ലാത്ത ഉമ്മാനെ പറ്റിയിട്ട് ഒരു ബന്ധം പോലും ഇല്ലാത്ത അവനെ കാണുമ്പോൾ എങ്ങനെയാണ് എൻ്റെ മക്കൾക്ക് ഇത്രയും പറയാനുണ്ടായിരുന്നെങ്കിൽ അവർ എൻ്റെ ഫാമിലിയോട് പറയുന്നു. എൻ്റെ ഫാമിലിയിലേക്ക് ഞാൻ കുഞ്ഞുങ്ങൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഇവരെക്കുറിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങൾ പറയുന്നത്. അതായത് മറ്റൊരുത്തൻ്റെ കൂടെ കണ്ടു എന്ന രീതിയിൽ തന്നെ കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട്. മൈസൂറിലും അതോടൊപ്പം തന്നെ കോഴിക്കോടോ എവിടെ കണ്ടൊക്കെ ടൂർ പോയിട്ടുണ്ടെന്നും ഈ പറയുന്ന പുള്ളിക്കാരൻ്റെ കൂടെ കാറി പോയെന്നൊക്കെയാണ് കുഞ്ഞുങ്ങളും പറയുന്നത്. 11 വർഷമുള്ള ഒരു പയ്യൻ കള്ളം പറയുമോ അതോ പറഞ്ഞു പറയിച്ചാണോ എന്തോ നോക്കാം. പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഉമ്മയും അവൻ്റെ വീട്ടുകാരും എൻ്റെ ഉമ്മയും ഒക്കെ ഞാൻ നിൽക്കുന്ന വീട്ടിലേക്ക് വരുമായിരുന്നു. എന്തുകൊണ്ട് ഇത്രയും പീഡനങ്ങൾ ഈ മക്കൾ അനുഭവിച്ചിട്ടും എന്തുകൊണ്ട് ഇവർ അടക്കി പിടിച്ചു? ഇവർക്ക് ഏറ്റവും കൂടുതൽ അടുപ്പല്ലാതിരുന്നത് ഇവരെ ഈ നോക്കുന്ന ഈ പനോടാണ്. 3 വർഷത്തിൽ 15 ദിവസത്തിന് വരുന്ന ഈ ബാപ്പാനോട് മക്കൾക്ക് ഒരു അടുപ്പുണ്ടായിരുന്നില്ല. മക്കൾ വല്ലപ്പോഴും വീഡിയോ കോളിൽ മാത്രം സംസാരിക്കുമ്പോൾ അവർക്ക് സംസാരിക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ നിർബന്ധിച്ചിട്ട് സംസാരിക്കുമ്പോൾ അവരെന്തെങ്കിലും പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ബാപ്പാനോട് പറയാം, എൻ്റെ അമ്മയോട് പറയാം, എൻ്റെ ബാക്കിക്കാരോട് പറയാം, ഷെഫിൻ്റെ വീട്ടുകാരോട് പറയാം, എല്ലാവരോട് പറയാം. ഇവൻ ആവശ്യമുള്ള രീതിയിൽ കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ട് പ്രസന്റ് ചെയ്യേണ്ട കാര്യം ഇവനില്ല. ഇവന് വേണ്ടെങ്കിൽ അന്തസ്സായിട്ട് ഡിവോഴ്സ്, ഒരു പെണ്ണിനെ നമുക്ക് മോശപ്പെട്ട രീതിയിൽ ആണ് ആ പെണ്ണ്, നമുക്ക് ആ പെണ്ണിൻ്റെ കൂടെ ജീവിക്കേണ്ട, നമുക്ക് ആ പെണ്ണിനെ വേണ്ട എന്നുണ്ടെങ്കിൽ ദുനിയാവിലുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഡിവോഴ്സ് എന്ന ഓപ്ഷൻ. എന്തുകൊണ്ട് ഇവൻ ഈ പെണ്ണിനെ എപ്പോഴും ഡിവോഴ്സ് ചെയ്യുന്നില്ല? ഇവന് ലൈവിൽ ഇരുന്നിട്ടും എല്ലാവരും ഇരുന്നിട്ട് എനിക്ക് അവളെ വേണ്ട, ഞാൻ അവളെ ഒഴിവാക്കി പോകുന്നതാണ്. ഇവൻ എവിടെ ഒഴിവാക്കി പോകുന്നത്? അതൊരു ചോദ്യമാകട്ടോ. പുള്ളിക്കാരൻ ഈ പെൺകുട്ടിയെ ആവശ്യമില്ല എങ്കിൽ ഡൈവോഴ്സ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ തലാക്ക് ചെയ്ത് മാറ്റാം. അതെന്തുകൊണ്ട് ഇവർ പുള്ളിക്കാരൻ ചെയ്യുന്നില്ല എന്ന് ഈ പുള്ളിക്കാരി ചോദിച്ചത് വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നിങ്ങൾക്ക് ആവശ്യമില്ല. ആ പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ വഴിവെട്ട രീതിയിൽ ജീവിക്കുന്നവരാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ ഡൈവോഴ്സിന് കൊടുക്കുന്നില്ല? അത് കൊടുക്കാതിരിക്കുന്നതിൻ്റെ കാരണവും ഈ പുള്ളിക്കാരി പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ഇവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. ബാക്കി നമ്മളെ പള്ളിക്ക് ഒരു ലെറ്റർ വന്നിട്ടില്ല, 4 ആൾ കേക്ക് ഇവൻ തൊലാക്ക് ജയിലിൽ പിരിച്ചിട്ടില്ല, പിന്നെ ഡിവോഴ്സ് തന്നിട്ടില്ല. പിന്നെ എവിടെയാണ് ഇവൻ ഒഴിവാക്കിയത്? ഇവൻ സമൂഹത്തിന് മുമ്പിലല്ല ഒഴിവാക്കി എന്ന് പറയേണ്ടത്. എൻ്റെ വേട്ടപ്പെട്ട ആളുകൾക്ക് തെളിവ് സഹിതം ഇവൻ എൻ്റെ ബന്ധം പിരിച്ചു തരട്ടെ. എന്തുകൊണ്ടാണ് ഇവനെ തരാൻ പറ്റാത്തത്? ഇവന് നല്ല പേടിയുണ്ട്. ഇവന് ഡിവോഴ്സ് തന്നു കഴിഞ്ഞാൽ മക്കളെ എനിക്ക് കിട്ടുന്നുള്ളത്. ആ പേടി കൊണ്ട് ഇവന് തന്ത്രപരമായിട്ട് കളിക്കണം. ഇവൻ അവൻ്റെ ജീവിതം അവിടെ സേഫ് ആക്കിയിട്ട് കാമുകിൻ്റെ കൂടെ പൊറുതി തുടങ്ങി. ഞാൻ അവൻ്റെ കൂടെയുള്ള സമയത്ത് തന്നെ ഒരു പെണ്ണിനെ കൊണ്ട് 5 കൊല്ലം ലിവിങ് ടുഗദർ, അതിൻ്റെ എല്ലാ തെളിവുകളും എടുത്തിട്ടുണ്ട്. പ്രസന്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ രണ്ടാളും കൂടെയുള്ള ഹോട്ട് പിക്ചേഴ്സ് വരെ എടുത്തിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അവൻ്റെ പോലെ ഏറ്റവും ഉൾപ്പില്ലാത്ത രീതിയിൽ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. മാന്യമായ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിവിടെ കുടുംബവും കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉള്ളതാണ്. ഇവർക്ക് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 1.5 വർഷമായിട്ട് മിണ്ടാണ്ട് ഒരു മൂലയ്ക്ക് ഇരുന്ന് കുറേ കമൻറ്റുകളുണ്ട്. എൻ്റെ കമൻറ്റിൻ്റെ താഴെ വന്നിട്ട് എന്നെ പച്ചക്കറി പറയും, തെറി അഭിഷേകം നടത്തി. ഇവൻ പ്രസന്റ് ചെയ്യുന്ന ഈ വീഡിയോക്ക് അപ്പുറം എൻ്റെ ജീവിതത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയാം? ഇങ്ങനെ വന്നിട്ട് എന്നെ തെറി വിളിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ? അറിയില്ലല്ലോ. അറിയാത്ത പക്ഷം പറയാൻ ആർക്കും അവകാശമില്ല. ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളല്ല ലൈഫ്. എൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ വീട്ടിലെ എൻ്റെ വേണ്ടപ്പെട്ടവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കണം. അത്രയ്ക്ക് ഇവിടെ കിടന്നിട്ട്
അത്രയും ഇവിടെ കിടന്നിട്ട് പറയുന്ന ആളുകൾക്ക് ഇവൻ പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടാണ് ഇവൻ പറയുന്നത്. ഇവൻ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് എന്റെ മക്കളെ കൊണ്ട് പറയിപ്പിച്ച കാര്യങ്ങൾ. അത് കേട്ട് കഴിഞ്ഞാൽ ആരായാലും ഒന്ന് പതറിപ്പോകും. ഇത്രയും ഉപദ്രവങ്ങളൊക്കെ ഈ മക്കൾ സഹിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ഉപദ്രവങ്ങൾ സഹിച്ച ഈ മക്കൾ എന്തുകൊണ്ട് ഈ മക്കൾ ഇവിടുന്ന് പറഞ്ഞില്ല? എന്റെ മക്കളെ ആരും നുള്ളി പോലും നോവിച്ചിട്ടില്ല, ഒരു നോയ്ക്കലും ചെയ്തിട്ടില്ല. എന്റെ മക്കളെയൊക്കെ ഇവിടുന്ന് കൊണ്ടതിന് ശേഷം ഏത് അവസ്ഥയിലായിരുന്നു അവരെന്നുള്ളത്. നിങ്ങൾ പറഞ്ഞ ശരിയാണ്. നിങ്ങൾ ഈ കുറ്റപ്പെടുത്തിയ ഈ കമന്റ് ഇട്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ചിലപ്പം ആ ഒരു കാര്യം കണ്ടിട്ടായിരിക്കാം നിങ്ങളെ കുറ്റപ്പെടുത്തിയത്. കാരണം കുഞ്ഞുങ്ങളെ കൊണ്ടുവച്ച് കുഞ്ഞുങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ അവർ എല്ലാവരും വിശ്വസിച്ചു പോകും. ഞാനും സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ രണ്ടുപേരുടെയും ഭാഗം കേട്ട് നോക്കിയിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല. പുള്ളിക്കാരൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതിൽ കറക്റ്റായിട്ട് നമുക്ക് തോന്നിപ്പോവും. അതോടൊപ്പം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് തോന്നിപ്പോവും. സത്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ആരെയാണ് പൊട്ടന്മാരാക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ ഇതിലെന്താണ് സത്യാവസ്ഥയെന്ന് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പറയുന്ന പ്രകാരം നിങ്ങൾ ചില താക്കീതുകളും നിങ്ങൾ ചില ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ദുബായി പോയിട്ട് നിങ്ങൾക്ക് അവൻ അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ ദുബായി പോകും, കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ പറയിക്കുമെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് തെളിയിച്ചാൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പുള്ളിക്കാരൻ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ടുള്ള കാര്യമെന്നാണ് പറയുന്നത്. പുള്ളിക്കാരൻ അതിനുള്ള തെളിവുകളാണ് വെക്കുന്നത്. അതാണ് ഇവിടുത്തെ ആ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുടെ ആ സഹോദരി പറയുന്നത് കേട്ടു നോക്കി. നിങ്ങൾ കണ്ടാലറിയാം, ഒരുപാട് സങ്കടപ്പെടുത്തുന്നുണ്ട് എൻ്റെ മോളൊക്കെ എൻ്റെ കോള് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇമ്മിച്ചി ഒന്നും ഇങ്ങോട്ട് വരുമോ എൻ്റെ കൂടെ വന്ന് പറഞ്ഞിട്ട് പൊട്ടി കരയുന്ന മകള്. എനിക്കെന്താ എൻ്റെ മക്കളെ വിളിച്ചു തരാത്തത്? അവന് നല്ല പേരുണ്ട്. എൻ്റെ വീട്ടുകാർക്ക് എന്താ വിളിച്ചു തരാത്തത്? ഇവന്റെ വീട്ടിലത്തെ അവൻ്റെ ഉമ്മാക്കുപ്പാക്ക് എന്താ വിളിച്ചു കൊടുക്കാത്തത്? ഇവന്റെ കാര്യങ്ങൾ മക്കൾ പറയും എന്നുള്ള പേര് നല്ലോണം ഉണ്ട്. ഇവന് പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾക്ക് അപ്പുറം എൻ്റെ മോൻ തന്നെ പല വീഡിയോസിലും പേടിച്ചാണ് എൻ്റെ മോൻ സംസാരിക്കുന്നത്. എൻ്റെ മോനെ അടിമപ്പണി ചെയ്യുന്ന പോലെയാണ് അവിടെ. ഒരു നല്ല ഡ്രസ്സോ നല്ലൊരു ചെരുപ്പോ വാങ്ങിയിട്ട് എൻ്റെ മോനിരുന്ന് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ രണ്ടാമത്തെ മോളെ നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എൻ്റെ വലിയ മോനെ കൊണ്ടിട്ടുണ്ടായത്. എൻ്റെ വലിയ മോനോട് ഒരു അടുപ്പമില്ല. അവൻ്റെ നല്ലൊരു പിക്ചർ പോലും ഞാൻ ഇവിടുന്ന് പോയിട്ട് അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടിട്ടില്ല. മോള് എല്ലാവർക്കും അട്രാക്റ്റീവ് ആണ്, അവൾ കുറച്ച് ഭംഗിയുണ്ട്. അതുകൊണ്ട് അവൾ പ്രസന്റ് ചെയ്തിട്ട് അവൻ പൈസ ഉണ്ടാക്കണം. ഇവൻ പറഞ്ഞതാണ് എന്നെ വിറ്റിട്ട് ഇവൻ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കിയിട്ട് ഇവൻ പൈസക്കാരനാവും. ഇത്ര ഗതികേടാണോ ജീവിക്കാൻ? എൻ്റെ ജീവിതം വിറ്റിട്ട് വേണോ നിനക്ക് പൈസക്കാരനാണെങ്കിലും? നിനക്ക് വളരെ എൻ്റെ സൈഡ് ഡിവോഴ്സ് തന്നിട്ട് നിന്റെ കാര്യം നോക്കിയിട്ട് പോവാം. അപ്പോൾ ഞാനുള്ള സമയത്ത് തന്നെ വേറെ ഒരുത്തിനെ കൊണ്ട് പ്രേമിച്ചിട്ട് ഇപ്പോൾ അവളെ കൂടെ പൊറുതി തുടങ്ങി. എന്നെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ രണ്ട് ഭാഗത്തു നിന്നുള്ള ആൾക്കാർ കയ്യിൽ നിന്നും ചിന്തിച്ചിട്ട് വേണം കാര്യങ്ങൾ സംസാരിക്കാൻ. ഞാൻ എന്തോ ഒരു മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ച് നിൽക്കുന്ന മെസ്സേജിൽ എത്രത്തോളം സത്യം ഉണ്ട് എന്നുള്ളത് അവൻ കൊണ്ടുവന്ന് തെളിയിക്കട്ടെ. എൻ്റെ മക്കളെ ഞാൻ പോകുന്നുണ്ട് ദുബായിക്ക്. ഞാൻ ദുബായിക്ക് പോയിട്ട് ഞാൻ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു അറുതി വരുത്തിയിട്ടേ ഞാൻ ഇനി നിൽക്കുള്ളൂ. എൻ്റെ ഈ മക്കളെ കൊണ്ട് എനിക്ക് 10 മിനിറ്റ് കിട്ടിയാൽ മതി അവനക്കെതിരെ തത്ത പറയും പോലെ പറയിപ്പിക്കാനേ. പക്ഷേ അത്രത്തോളം നീചയല്ല ഞാൻ, അത്രത്തോളം നീചയല്ല. എനിക്ക് ഇവനെതിരെയുള്ള കാര്യങ്ങൾ എൻ്റെ മക്കൾ എന്നെ കാണുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കൾ പറയും. അവർക്കൊരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് അവരെ മനസ്സ് പൊട്ടി നിൽക്കണം. എന്നെ കണ്ടാവോ എന്ന് പറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കണ്ടാവോ ഞാൻ ഹയാത്തിൽ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് പറയില്ല ഞാൻ തന്നെ വരും ദുബായി പോയിട്ട് സത്യങ്ങൾ മുഴുവൻ വിളിച്ചിട്ട് കൊണ്ടുവന്നിട്ട്. ധൈര്യം ഉണ്ടെങ്കിൽ അവൻ നിൽക്കുന്ന സ്ഥലം അവൻ പറയട്ടെ, അവരുടെ ലൊക്കേഷൻ അവൻ പറയട്ടെ, അവൻ നിൽക്കുന്ന ഫ്ലാറ്റ് നമ്പർ പറയട്ടെ. ഞാൻ ഈ മാസം തന്നെ നെക്സ്റ്റ് മന്ത് തന്നെ ഞാൻ പോകുന്നുണ്ട്. ധൈര്യമുള്ള കുട്ടിയാണ് ഞാൻ പറയട്ടെ, അവനെ വിളിച്ച് കളിക്കണം. ഞങ്ങൾ പോകുന്നുണ്ട് എന്ന് അവൻ അറിഞ്ഞാൽ അവൻ ഫ്ലാറ്റ് മാറും. ഇപ്പം ഞങ്ങൾ പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബ്രദർ നീചയല്ല എന്ന് നിങ്ങൾ പറയുന്നതിനെക്കാട്ടും ഉപരി നിങ്ങൾ പോയിട്ട് അത് തെളിയിക്കണം. നിങ്ങൾ തെളിയിച്ചിട്ട് എന്താണ് സത്യം എന്നുള്ളത് നിങ്ങൾ തെളിയിച്ചു കൊടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ മധ്യത്തിൽ കിടന്നുകൊണ്ട് ആ കുഞ്ഞുങ്ങളാണ് നരയിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത് സത്യത്തിൽ. ഓക്കെ, ബാക്കി അവന് വേഗം അവന് കാനഡയ്ക്ക് മുങ്ങാനുള്ള പരിപാടിയാണ്. എന്തിന് അവനെ എടുക്കാൻ പേടിച്ചു വിളിക്കുന്നത്? ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിൽ കൊണ്ടുവരട്ടെ. ഇനി ഇതൊന്നും വേണ്ട. അവന് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മക്കളെ കൊണ്ട് ആൺകുട്ടികളെ പോലെ നാട്ടിൽ വരട്ടെ. എന്തിനാണ് കള്ളന്മാരെ പോലെ നാട്ടിൽ ഒറ്റയ്ക്ക് വന്നിട്ട് പോകുന്നത്? നാട്ടുകാവൻ വന്നിട്ട് എൻ്റെ നാട്ടുകാവൻ വന്നിട്ടില്ല, അവൻ്റെ നാട്ടുകാവൻ വന്നിട്ടില്ല. കോഴിക്കോട് വെച്ചിട്ടാണ് അവൻ്റെ അമ്മാനെ പോലും അവൻ മീറ്റ് ചെയ്യുന്നത്. എന്തെത്ര പേടി? നാട്ടിൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളാണെങ്കിൽ നാട്ടിൽ വരാൻ എന്താണ് ഇത്ര പേടി? ഇവന്റെ നാട്ടിൽ അന്വേഷിച്ചാൽ മതി ഇവൻ എന്താന്നുള്ളത്, ദുബായിൽ അന്വേഷിച്ചാൽ മതി ഇവൻ എന്താന്നുള്ളത്. എല്ലാവർക്കും അറിയാം. ഇവന്റെ ചവിട്ടിൽപ്പെട്ട് ജീവിതം അരഞ്ഞ് ഇല്ലാണ്ടായി പോയൊരു ജീവിതമാണ് ഇന്ത്യയിൽ. കഴിഞ്ഞ 14 വർഷമായിട്ട് അവന്റെ ഇതിൽ അനുഭവിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടത്, അവനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് എൻ്റെ മക്കളെ നഷ്ടപ്പെട്ടു, എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു, ഇവനെല്ലാം നഷ്ടപ്പെട്ടു. ഇതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഇതെല്ലാം ഞാൻ തിരിച്ചു പിടിച്ചിട്ട് എൻ്റെ കൈക്ക് ഞാൻ കൊണ്ടുവരുന്നേ ചെയ്യും. ഇവന്റെ ഭാര്യ കുറ്റക്കാരിയാണ് എന്നുണ്ടെങ്കിൽ ഇവൻ ഡിവോഴ്സ് തരട്ടെ, അന്തസ്സായിട്ട് ഡിവോഴ്സ് തന്നെ പിരിച്ചിട്ട് ഇവന്റെ ജീവിതം ആഘോഷമാകട്ടെ. ഇവരെ ലൈഫ് ആരും കടന്ന് ചെല്ലാനോ ഡിസ്റ്റർബ് ചെയ്യാനോ നിൽക്കുന്നില്ല. എന്റെ വീട്ടുകാരും കുറെ കാലമായിട്ട് ഇവരോട് പറയുന്നത് നിനക്ക് വേണ്ടെങ്കിൽ നീ ഇങ്ങനെ പാടി പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല, ഡിവോഴ്സ് താ. എന്തായാലും ഇവർ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർ പറയുന്ന ഈ കാനഡ വിഷയവും ഒക്കെ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചർച്ച ചെയ്തതാണ്. കാരണം ആ ഒരു പെൺകുട്ടി ഇവർക്ക് മെസ്സേജ് അയച്ചിട്ട് കാനഡയിൽ പോവുകയാണ്, അതുകൊണ്ട് പാസ്പോർട്ടിൽ നിങ്ങളുടെ പേര് അതിൽ നിന്ന് മാറ്റണം എന്നുള്ള രീതിയിലൊക്കെ ആ പെൺകുട്ടി, അതായത് പുതിയതായിട്ടുള്ള ആ ഒരു ലിവിങ് ടുഗദറിലുള്ള പെൺകുട്ടി സംസാരിച്ചു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നത് കഴിഞ്ഞൊരു വീഡിയോയിൽ. അത് തെളിവ് സഹിതം ഇവർ വിട്ടിരുന്നു, അത് ഞാൻ കാണിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇവർ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. ഒരു കണക്ക് പറഞ്ഞ് നോക്കുകയാണ്, ഇവർ പറഞ്ഞ് കറക്റ്റാണ്. ഇവർ അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോകുമെന്നും പിള്ളേരെ കൊണ്ട് പിള്ളേരോട് ഞാൻ സംസാരിക്കും, പിള്ളേർ സത്യം പറയും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇവരെ ഇതിനെ തുടർന്ന് വേറൊരു ചാറ്റ് വിട്ടിട്ടുണ്ട്. അതായത് ആദ്യം ഈ പറഞ്ഞില്ലേ 2018 തൊട്ട് 5 വർഷം ലിവിങ് ടുഗദറിൽ നിന്നൊരു പെൺകുട്ടി, അപ്പോൾ കാണാത്ത രീതിയിൽ ഇവർ കണ്ടു എന്നും അതിൻ്റെ പിക്ചറും കാര്യങ്ങളും ഇവരുടെ ഉണ്ടെന്നും എന്നൊക്കെ പറഞ്ഞില്ലേ. ആ പെൺകുട്ടിയുമായിട്ട് ഇവർ ചാറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ആ ഒരു ചാറ്റൊക്കെ ഇവർ പുറത്ത് വിട്ടിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ. അതൊന്ന് കണ്ടു നോക്കി. അത് ഒത്തിരി ഉണ്ട്, ഞാൻ അതിൻ്റെ നിന്ന് പ്രശസ്ത ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതെ ജഫ്ന, പഠിച്ചോനെ ആരെയും കുറേ കാലമൊന്നും വെറുതെ വിടൂല. നീ എന്നോട് കളിച്ച നാടകം ഉണ്ടല്ലോ, നീ ജഫ്നാൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു.
നീ എൻ്റെ കെട്ടിയോൻ്റെ കൂടെ 4-5 കൊല്ലം പ്രേമിച്ചും ജീവിച്ചും അയിഞ്ഞാടി നടന്നപ്പോൾ നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിനോ നാട്ടിൽ ഓനൊരു പെണ്ണുണ്ട്, ഓന് 2-3 കുട്ടികളുണ്ട്, അവളെ ലൈഫ് എന്താ, അവളെ ജീവിതം എന്താ, അവളെ അവസ്ഥ എന്താ? അവനെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവൻ എന്നടി. അവനെ ഞാൻ എങ്ങനെ കൊണ്ടിടുന്നതെന്ന് എനിക്ക് അറിയോ? അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ അവനെ എങ്ങനെ സ്നേഹിച്ചിരുന്നുള്ളത്? അറിയോ? നീയൊക്കെ എൻ്റെ ലൈഫ് വെച്ചിട്ട് കളിച്ചൊരു കളിയുണ്ടല്ലോ, നീ അവനും ദുനിയാവെന്ന് അനുഭവിക്കുന്നു പറഞ്ഞാൽ അനുഭവിക്കും. എനിക്കൂടെ 2 മക്കള്, എൻ്റെ ഹസ്ബൻഡ് വേറൊരുത്തിനെ വെച്ചിട്ട് ജീവിപ്പിച്ചിട്ട് ആ കഥ അവൻ്റെ കാമുകി നിന്നോട് വന്ന് പറയുന്ന അവസ്ഥ നീ ചിന്തിച്ചു നോക്കാം. നീ ജെഫ്നി എന്നുള്ളത് എനിക്ക് അറിയാഞ്ഞിട്ടൊന്നല്ല, ഞാൻ പിന്നെന്താറോ വെറുതെ എനിക്ക് ആരെയും പ്രാകണതും കുറ്റപ്പെടുത്തണമെന്നും എനിക്കിഷ്ടമല്ല. കാരണം നിന്നെയൊന്നും എനിക്കിതിൽ കുറ്റം പറയേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ കെട്ടിയവനൊരു നട്ടലില്ലാത്തൊരു പൂമോനായതുകൊണ്ടാണ് ഞാൻ ഈ അവസ്ഥ അനുഭവിച്ചേണ്ടി വന്നത്. അവൻ നല്ലൊരുത്തനാണെങ്കിൽ എൻ്റെ മക്കളെ വെച്ചിട്ട് ഓനി തമ്മാടിത്തരം കാട്ടൂല, ഞാൻ അനുഭവിക്കൂല. അവൻ്റെ കൂടെ കഴിയുമ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ എന്നുള്ളൊരു ഭാര്യ അവനുണ്ട്, 3 മക്കളുണ്ട്. എന്നിട്ടും നീ അയിഞ്ഞാടി അത്രയും കാലം അവൻ്റെ കൂടെ ജീവിച്ചു. 4-5 കൊല്ലം ജീവിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവന് വേറെ പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ട്. അപ്പോഴാണ് എനിക്ക് പോകാൻ തോന്നിയത്. പള്ളിയിലുണ്ടെങ്ങാണ്ട് അബോഷൻ ആക്കിയപ്പോഴാണ് എനിക്ക് പാത്തി നല്ലവനല്ലാന്ന് തോന്നിക്കഴിഞ്ഞ്. അവനുണ്ടല്ലോ, അവനൊക്കെ ഇപ്പോൾ ഡ്രഗ്സിനും കള്ളിനും പെണ്ണിനും ഇപ്പോൾ അവനെ അടിമേന്. എനിക്കൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം അവൻ നശിച്ചു കഴിഞ്ഞു. അവൻ്റെ നശിച്ചതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഭാഗം നീ തന്നെയാണ്. നീ അവൻ്റെ കൂടെ ഉണ്ടായ സമയത്ത് ഒന്നുമില്ലെങ്കിലും എനിക്ക് എന്നെ ഒരു വിവരെങ്കിലും അറിയിക്കഴിഞ്ഞു. ഇങ്ങനെ കേസുണ്ട്, ഷെഫീക്ക് ഇങ്ങനെയാണ്. എനിക്ക് അവനെ എങ്ങനെയെങ്കിലും നീയൊക്കെ അവൻ്റെ കൂടെ സ്നേഹിച്ചു കുത്തിമറിഞ്ഞ് ജീവിച്ചു എന്ന് പറയുന്നില്ല. അതിലൊക്കെ ഒരു 10% ആത്മാർത്ഥ കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് എൻ്റെ കുട്ടികളെ വാപ്പാനെങ്കിലും കിട്ടിയിരുന്നു. എന്നൊക്കെ നീ നിൻ്റെ ലൈഫ് നോക്കിയിട്ട് നീ എന്നോട് കഥകളും പറഞ്ഞിട്ട് പോയി. നീ കഥ പറഞ്ഞതിന് ശേഷം ഞാനെന്ന് പറഞ്ഞ പെണ്ണിൻ്റെ ഈ സ്റ്റോറി അന്തസ്സായിട്ട് നീ കുറച്ചൊന്ന് പറഞ്ഞിട്ട് പോയല്ലോ. അതിന് ശേഷം എൻ്റെ ലൈഫ് എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ അവസ്ഥ എന്താ നീ ഓർത്തിട്ടുണ്ടോ? എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഏത് കോലത്തിലാണ് ജീവിക്കണേ, ഞാൻ ഉറങ്ങലുണ്ടോ, എന്തെങ്കിലും നിനക്കറിയോ? നീ കഥയും പറഞ്ഞു നിൻ്റെ പൊടിയും തട്ടിയിട്ട് പോയി. അവനെതിരെ ഒരു വോയിസ് പോലും വിടാൻ എനിക്ക് പേടിയാ, ഒരു കോള് പോലും എനിക്ക് ചെയ്യാൻ പേടിയാ, നിന്റെ നമ്പർ തരാൻ പോലും എനിക്ക് പേടിയാ. ഒന്ന് കൂറ അവനോടാ. ജീവിച്ചത് മുഴുവൻ അവൻ്റെ കൂടെ എൻ്റെ ലൈഫ് മുഴുവൻ തകർത്തിട്ട് ഇപ്പോഴും അവനോട് മൊഹബത്തും കയറിയിട്ട് നടക്കുക. നാനുണ്ടോ എനിക്കടി? നാനുണ്ടോ? നീ നിൻ്റെ പാടാ. എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ള, നിന്നോട് മെസ്സേജ് അയക്കാനില്ല. നീ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 1.5 മാസമായി. നീ എന്നോട് എന്താ പറഞ്ഞ്? ജഫ്നാനോട് ചോദിച്ചു നോക്കട്ടെ, അഫ്നാനോട് ചോദിച്ചു നോക്കട്ടെ, അവളെന്താ പറയണമെന്ന് നോക്കട്ടെ. നീ തന്നെയായിരുന്നു അഫ്നാലെ. നല്ല നാടകം എന്നോട് കളിച്ച്. ഞാനൊന്നും വന്നിട്ടില്ല. ഞാൻ അത്രയും ദിവസം, ഒരു 4 ദിവസം മുമ്പ് വരെ ഞാൻ എന്നോട് ചാറ്റ് ചെയ്തിരുന്നത് അഫ്നാൻ്റെ ഏതോ ഒരു ഫ്രണ്ട് എനിക്ക് എന്നോട്, ഞാൻ ആദ്യം ആ പെണ്ണായിട്ട് നീ സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞാണ് മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ പെണ്ണിനോട് ഒരു വ്യക്തിവൈരാഗ്യ ദേഷ്യം ഒന്നുമില്ല. എൻ്റെ ഭർത്താവിൻ്റെ കുരുത്തക്കേടുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അതിൽ നീ ഒരു ഇരയായി, അത്രേ ഉള്ളൂ. ഞാൻ നീ പാത്തു എന്ന് പറഞ്ഞിട്ട് അഫ്നയായിട്ട് നീ സംസാരിച്ചപ്പോൾ അവനിപ്പോൾ എനിക്കെതിരെ വീഡിയോ ഉണ്ടാക്കിയ ഫേക്ക് ഐ ഡി എല്ലാം അവൻ്റെ അക്കൗണ്ട് കളഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈകാതെ ഒരു വിത്തിൻ 5 ദിവസം അവരെന്നോട് പറഞ്ഞു. കാരണം ഇവിടുന്ന് ഉണ്ടാക്കിയ അക്കൗണ്ട് ആണെങ്കിൽ അവർ അന്ന് തന്നെ എനിക്കൊരു തീരുമാനം ഉണ്ടാക്കി തന്നിരുന്നു. പക്ഷേ അത് അവിടുന്ന് ഉണ്ടാക്കിയ അക്കൗണ്ട് ആയതുകൊണ്ട് അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ദുബായ് പോലീസിനെ ഇടപെട്ടിട്ട് അവർക്ക് അവിടുത്തെ സൈബർ സെല്ലിനെ ഇടപെട്ടിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ അത് ഡിലീറ്റ് അടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെഫീക്ക് ഞാൻ അതേ പിന്നെ ഉണ്ടല്ലോ ഈ ഷെഫീഖിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല ഇവൻ എന്താണെന്നുള്ളത് കേട്ടോ. കാരണം നിങ്ങൾ പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ ഞാൻ കണ്ട ഷെഫീഖ് അല്ല വേറെ ആരൊക്കെയോ ആണ്. കാരണം അവൻ അങ്ങനത്തെ ക്യാരക്ടറൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്താ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചത് എനിക്കൊരു ഐഡിയ ഇല്ല. നിങ്ങളാണെങ്കിൽ ഇതൊന്നും പറയാൻ തയ്യാറുമല്ല. പിന്നെ അവൻ ഇൻസ്റ്റയിൽ ഇത്രയും കോപ്രായം കാണിച്ചു സുമി, ഇത് അവൻ്റെ അക്കൗണ്ട് പൂട്ടാനല്ല. ഞാനിപ്പോൾ കേസ് കൊടുത്തതിനാൽ അവൻ്റെ പാസ്പോർട്ടേ ബാനാവും. അതിൽ ബാനായിട്ട് പിന്നെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ കൊടുക്കുന്നതിന് മുന്നേ, നാളെ കൊടുക്കാൻ പോവാണ്, കൊടുക്കുന്നതിന് മുന്നേ ഞാൻ നിന്നോട് പറയണം. എനിക്ക് അവനോട് സംസാരിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് പറയുന്നത്. നാളെ ഞാൻ കൊടുക്കുകയാണ്. എനിക്ക് ആകെ ഉള്ളൊരു ടെൻഷൻ എന്താ, കുട്ടികളെ ആലോചിച്ചിട്ട് മാത്രമാണ്. കാരണം ഇങ്ങനെ ഫേസ് വെച്ചിട്ടൊക്കെ ഒരാളെ ഇങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്രശ്നമാണത്. ഇവിടെ നല്ല കേസാണത്. നല്ല ഫൈനും ഉണ്ടാകും, കുറച്ച് നാൾ ജയിലിൽ കിടക്കേണ്ടി വരും, പിന്നെ ബാനാവും, പിന്നെ അവന് ദുബായിലിട്ട് ഇങ്ങോട്ടേക്ക് വരാനും പറ്റില്ല. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഇതിൽ വലുതുണ്ട്. അപ്പം നിന്നോട് സംസാരിച്ചിട്ട് ഞാൻ നാളെ കൊടുക്കാമെന്ന് വിചാരിക്കണം. എനിക്ക് വേറെ നിവൃത്തിയില്ല. കാരണം ഇനി എൻ്റെ ആരും അറിയാൻ ബാക്കിയില്ല. കാരണം എനിക്ക് എൻ്റെ മാനം പോയി, എൻ്റെ ജീവിതം പോയി, എൻ്റെ 4-5 വർഷം പോയി, എൻ്റെ പൈസ പോയി. അങ്ങനെ ഇവർ പറഞ്ഞത് കേട്ടോ, അവരുടെ വർഷം പോയി, 4-5 വർഷം പോയി, അവരുടെ പൈസ പോയി, എല്ലാം പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നത്. എന്തുമായാലും നഷ്ടങ്ങളുടെ മുകളിലാണ് നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പുള്ളിക്കാരൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കി. വീഡിയോ ഇട്ടുണ്ട്. 8 വർഷം മുന്നേ ഞാൻ നിർത്താൻ വേണ്ടി പറഞ്ഞത്. ഈ ചാറ്റിങ് നിനക്ക് ആവശ്യമില്ല,
നീ നിർത്തിക്കോ, നീ നിന്റെ ജീവിതം നോക്കിയിട്ട് നടന്നോ എന്ന് ഞാനാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. TTC പഠിപ്പിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കേക്ക് മേക്കിംഗ് പഠിപ്പിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഫാഷൻ ഡിസൈൻ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തില്ല. നേഴ്സിംഗ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അവസാനം തള്ളി പോയിക്കോ, പോയി പഠിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നേഴ്സിംഗ് പഠിച്ചത്. പക്ഷേ ഈ നേഴ്സിംഗ് പഠിക്കുമ്പോഴൊക്കെ ഇവൾക്കും അവനൊക്കെ നല്ല ബന്ധങ്ങളുണ്ട്. പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഇതിങ്ങനെ ഒരു വിഷയമായിട്ട് വരും എന്ന് മുൻകാഴ്ച എനിക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ എൻ്റെ ലിമിറ്റിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ പോയിട്ടില്ല. ഞാൻ ഒരു റിലേഷൻഷിപ്പിനും പോയിട്ടില്ല. ഉണ്ടായത് എനിക്ക് കല്യാണം കഴിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്, എനിക്കൊരു വ്യക്തിനെ കല്യാണം കഴിച്ച് ജീവിക്കാണ് വേണ്ടത്. അല്ലാണ്ട് കുറേ പ്രേമിച്ച്, കുറേ ഓൺലൈനിൽ കൂടെ പ്രേമിച്ച്, കുറേ തെറ്റിതിരിഞ്ഞ് നടക്കുകയല്ല വേണ്ടത്. അങ്ങനെ ഞാനൊരു റിലേഷൻഷിപ്പ്, എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് കിട്ടിയപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുമില്ല. ഇപ്പോൾ പറയുന്നത് ഞാൻ UK പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്, ഞാൻ വേറെ കല്യാണം കഴിച്ചു, 2 വർഷം പ്രണയത്തിലാണ്, അതുകൊണ്ടാണ് കുട്ടീനെ കൊണ്ടുപോയതെന്നുള്ളത് ഒരു ഫോട്ടോസോ ഒരു വീഡിയോസോ ഒരു 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 എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. ഇത് നീ തന്നെ ചാറ്റ് ചെയ്താവൂലേ? എൻ്റെ എക്സ് വൈഫിനോടാണ് ഞാൻ പറയുന്നത്. ഇത് നീ തന്നെ ചാറ്റ് ചെയ്താവൂലേ? നീ തന്നെ അപ്പുറത്ത് 2 ഫോണുണ്ടല്ലോ, ഒരു ഫോണിൽ നീ തന്നെ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കി നിനക്ക് തന്നെ ചാറ്റ് ചെയ്തൂടെ? അങ്ങനെ ഉണ്ടാക്കിയിട്ട് നിനക്ക് അടിച്ചിറക്കിക്കൂടെ? അപ്പം ഈ 24 കേസിലെ പ്രതിൻ്റെ കൂടെയാണ് ജീവിതം എന്നറിഞ്ഞപ്പം ഞാൻ എൻ്റെ 2 മക്കളെ എടുത്തു കൊണ്ടുവന്നു. 3 മക്കളെ ഞാൻ അവിടെ ഇട്ടിട്ട് പോന്നാലും. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഈ പുള്ളിക്കാരൻ പറഞ്ഞത് എനിക്കൊന്ന് ജീവിക്കണം, അതുകൊണ്ട് തന്നെ എനിക്കൊരു പെൺകുട്ടിയെ ഇപ്പോൾ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്, ആ പെൺകുട്ടിയുമായിട്ട് ജീവിതം മുന്നോട്ട് പോകാനാണ് ഞാൻ താല്പര്യക്കുന്നത്, അതിനൊരു തെറ്റുമില്ലെന്നാണ് പുള്ളി പറയുന്നത്. എന്നാൽ ഈ പുള്ളിക്കാരൻ ഇത് പറയുമ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ കൂടെ 5 വർഷം താമസിച്ച ഒരു പെൺകുട്ടി, അതായത് ആ പെൺകുട്ടി ഗർഭിണി ആയിരുന്നു എന്നൊക്കെ മറ്റേ പുള്ളിക്കാരിയുടെ ചാറ്റിലുണ്ട്, അത് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു പെൺകുട്ടിയെ വിട്ട് കളഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ അടുത്തൊരു പെൺകുട്ടിയെ പുള്ളിക്കാരൻ കണ്ടെത്തിയതും ആ പെൺകുട്ടിയുമായിട്ട് ഇപ്പോൾ കാനഡയിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നതും. അപ്പോൾ ഇതിൽ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ അവിഹിതം പിടിച്ചതുകൊണ്ടാണ് പുള്ളിക്കാരൻ വേറൊരു ജീവിതത്തിലേക്ക് പോയെന്ന് പറയുന്നു. എന്നാൽ അവിഹിതം പിടിച്ച ആൾ എന്ത് ചെയ്യണം? ഡൈവോഴ്സ് ചെയ്ത് വളരെ വ്യക്തമായിട്ട് പുള്ളിയുടെ ഭാഗം ക്ലിയർ ചെയ്ത് അത് അവിടെ ഉപേക്ഷിച്ചിട്ട് വേണം വേറൊരു ജീവിതത്തിലേക്ക് പോകാൻ. അത് വിട്ടിട്ട് ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യാണ്? പുള്ളിക്കാരൻ ഒരു സെലിബ്രിറ്റി ഒക്കെയാണ്, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ തകർത്ത് ആടുന്ന ഒരു പുള്ളിയാണ്. ഈ പുള്ളിക്കാരൻ ഇപ്പോൾ വേറൊരു കല്യാണമൊക്കെ കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇതുവരെ ഒന്നും പിടുത്തവും കിട്ടിയിട്ടില്ല. ഇവിടെ ഈ പറയുന്ന ഷെഫീഖ് എന്ന് പറയുന്ന പുള്ളിക്കാരന് കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ വെച്ചിട്ട് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അമ്മ കൊള്ളരുതാത്തവളാണ് എന്ന് ചിത്രീകരിക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് പറയിക്കുകയാണ് നാട്ടുകാരറിയാൻ വേണ്ടി. അതൊക്കെ തെറ്റാണ്. കാരണം നിങ്ങൾ ഇന്ന് കഴിഞ്ഞു പോകും. നാളെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഫേസ്ബുക്കിൽ അടിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചു നോക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ആ ഒരു ഇതെന്തായിരിക്കും? എൻ്റെ അച്ഛനും അമ്മയും ഇതായിരുന്നോ ഇങ്ങനെ ആയിരുന്നോ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് വരും. അതൊക്കെ നിങ്ങൾ എടുത്ത് കളയണം. നിങ്ങൾ സത്യം എന്താണോ അത് നിങ്ങൾ കോടതി വഴി എങ്ങനെ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഈ സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അലക്കി ഒരു വൃത്തികേടാക്കി കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.